Hi dear friends, Assalamualaikum. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ തോരൻ ഞാൻ റെഡിയാക്കുന്നത് ക്യാബേജ് വെച്ചിട്ടാണ് ഈ തോരൻ റെഡിയാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ക്യാബേജ് തോരൻ. ഇപ്പം നമുക്ക് ഓണമൊക്കെ അല്ല വരുന്നത്, അപ്പോൾ നമുക്ക് സദ്യയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് ഞാൻ ഗ്യാസിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളെപ്പോഴും തോരനൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. നമ്മളെ തോരന് വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു സ്പൂണ് കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ക്യാബേജ് തോരനൊക്കെ വെക്കുമ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ സമയത്ത് തീ സിമ്മിലിട്ട് കൊടുക്കണം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാബേജ് തോരനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ആവി കിടന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1 എടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ക്യാബേജ് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് അരപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ലതുപോലെ ഒന്ന് ചതഞ്ഞിട്ട് കിട്ടും. അപ്പം ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ തോരൻ എന്തായെന്നുള്ളതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 2-3-4 മിനിറ്റ് വരെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ സമയം ഗ്യാസിൽ വെക്കണ്ട. നമ്മുടെ തോരൻ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.